ഈ 2026 നിങ്ങളുടെ പെർഫ്യൂം ബിസിനസ്സിൽ ഈ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇന്ന് പെർഫ്യൂം എന്നൊരു പ്രൊഡക്റ്റ് ഒരു ലക്ഷറി സെഗ്മെന്റിൽ നിന്നും ഒരു ഡെയിലി യൂസ് പ്രൊഡക്റ്റായി മാറിക്കഴിഞ്ഞു, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ. എന്നിട്ടും ചില ബ്രാൻഡുകൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരുടെ ഫ്രേഗ്രൻസിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ടല്ല, മറിച്ച് ആ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർക്ക് ട്രൈ ചെയ്യാനുള്ള ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷേ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ബ്രാൻഡ്സ് ലൈക്ക് ബെല്ല വിറ്റ, ദ മാൻ കമ്പനി, ഇവരെല്ലാം ഒരു കാര്യം ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പോക്കറ്റ് പെർഫ്യൂംസ് അഥവാ സാമ്പിൾ ബോക്സസ് വളരെ റീസണബിൾ റേറ്റിൽ മാർക്കറ്റിൽ പുഷ് ചെയ്യുന്നു. അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാമ്പിളിംഗ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ എനിമോർ. ഇറ്റ്സ് ദ വേ ഹൗ ബ്രാൻഡ്സ് സ്കെയിൽ. ഇനി ഈ ചെറിയ ബോട്ടിൽസിൽ സാമ്പിളിംഗ് കൊടുക്കാമെന്ന് വെച്ചാൽ തന്നെ അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതിൻ്റെ പാക്കേജിംഗ് ആണ്, എസ്പെഷ്യലി അതിൻ്റെ ലേബലിംഗ്, അല്ലേ? എന്നാൽ ഈ ചെറിയ ബോട്ടിൽസ് ലേബൽ ചെയ്യുന്ന ഒരു പുതിയ മെത്തേഡായ ഷ്രിങ്ക് ലേബലിംഗ് അഥവാ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ ഷേപ്പിലേക്ക് മാറുന്ന തരത്തിലുള്ള ലേബൽസിനെ കുറിച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൗ എന്ന് കമൻറ്റ് ചെയ്യുകയോ ചെയ്യൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം.